കാര്യത്തിൽ ക്ലിക്കുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ ഫോണൊക്കെ എടുക്കാതെ നമ്മൾ നീതു ആണെങ്കിൽ ഹരീഷിനെ തിരക്കി നമ്മളെ വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഹരീഷിനാണെങ്കിൽ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹരീഷിനാണെങ്കിൽ സഹി കേട്ടിട്ടാണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ അടുത്ത് നല്ല ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അത്യാവശ്യമായിട്ടൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല, പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഉറങ്ങത്തതുമില്ല. മനുഷ്യനിക്കാണെങ്കിൽ ദേഷ്യം വരത്തില്ല, ഇങ്ങനെയുണ്ട് ഒരു ഫോൺ ഭ്രാന്തിനാണ്, ഒരു പാരാത്രി മൊത്തം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണം, പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ കേൾക്കത്തതുമില്ല, മനുഷ്യനായിട്ടാണെങ്കിൽ ഉറക്കത്തതുമില്ല, 2 മണിയായാലും 3 മണിയായാലും മനുഷ്യനെ ഉറങ്ങാനും താമസിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഇതാണ് പരിപാടിയെങ്കിൽ നീ നിൻ്റെ പണിക്ക് നോക്കി, ഇതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. ഇത് അതും മനസ്സിലാക്കത്തില്ല, അവളൊരു 152 മെസ്സേജും ഒരു 52 വോയിസ് മെസ്സേജും അയച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നീതുവിനെ വഴക്കൊക്കെ പറയുന്നത് ഹരീഷ് പറയുന്നുണ്ട്. പോകാൻ നോക്കുമ്പോൾ ഇനി എന്നെ കാണാൻ വേണ്ടി വന്നു പോരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സങ്കടത്തോടാണെങ്കിൽ നമ്മളെ നീതു ചോദിക്കുന്നുണ്ട് ശരിക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് ശരിക്കും തന്നെ നീ ഒന്ന് പോകാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് ഹരീഷ്. നമ്മൾ നീതു പറയുന്നുണ്ട് ഇനി പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹരീഷ് പറയുന്നുണ്ട് അന്ന് ഇനി എന്തായാലും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീതു പറയുന്നുണ്ട് അപ്പോൾ എന്നെ വേണ്ടാന്ന് തീരുമാനിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ചുമ്മാ ചെവിട്ടിലിതിങ്ങനെ ക്രീര സൗണ്ട് ഉണ്ടാക്കുന്ന ഒരെണ്ണത്തിന് എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നും പറഞ്ഞ് നമ്മൾ ഹരീഷ് ആണെങ്കിൽ ഒരു സ്പാനർ എടുക്കുന്ന ആ സമയത്ത് നമ്മൾ ഡിൻഡോ ആണെങ്കിൽ പറയുന്നുണ്ട് ഹരീഷ് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നീതുവിനാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീതു പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്കിത് വേണം, എൻ്റെ അച്ഛൻ അന്നേ പറഞ്ഞത്, വർഷാപ്പുകാരനെ വിശ്വസിക്കരുതെന്ന് അന്നേ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, ഞാനത് കേൾക്കാതെ ഇങ്ങനെ പിറകെ പട്ടി വരുന്ന കണക്ക് ഞാനിങ്ങനെ പിറകെ വന്ന്, എന്നിട്ടിപ്പോൾ ഒരു സ്പാനർ എടുത്തിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നീതു പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീതു ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഹരീഷിനാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഹരീഷാണെങ്കിലും നമ്മൾ ലിൻഡോയുടെ അടുത്തും ചന്തുവിൻ്റെ അടുത്തും പറയുന്നുണ്ട് പണിയെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവരുടെ അടുത്തും നമ്മൾ ഹരീഷ് ദേഷിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ അവർ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുക. ആ സമയത്ത് നമ്മൾ അവിനാഷിൻ്റെ പെങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മളെ ചാന്ദിനിയാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ സ്ഥിരം പരിപാടിയായോ സൈറ്റിൽ ഫുഡ് കൊണ്ടുവരുന്നതെന്ന്. അപ്പോഴത്തേക്ക് അവിനാഷ് പറയുന്നത് വീട്ടിൽ ചുമ്മാല്ലേ ഇരിക്കുന്നതെന്ന് അവൾ പറയുന്നത്, അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് ഫുഡൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. നമ്മൾ സുഭാഷ് ആണെങ്കിൽ ചാന്ദിനി എടുത്ത് മലയാളത്തിൽ വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചാന്ദിനിക്ക് അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ അവിനാഷ് ആണെങ്കിൽ അത് ചാന്ദിനിക്ക് ഹിന്ദിയിലൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സുഭാഷ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇന്നും രണ്ടാൾക്ക് ഫുഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചാന്ദിനി പറയുന്നുണ്ട് ആ 2 പേർക്കും ഫുഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ എൻ്റെ ഫുഡ് എന്താ നീ കഴിച്ചോ, ബിരിയാണിയാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചാന്ദിനി ബിരിയാണി എനിക്ക് ഇഷ്ടമാണ് ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചാന്ദിനി ആണെങ്കിൽ ബിരിയാണി കഴിച്ചിട്ട് പറയുന്നുണ്ട് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ചാന്ദിനി ചോദിക്കുന്നുണ്ട് വീട്ടിൽ സ്ത്രീകളാരും ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവിനാഷ് പറയുന്നുണ്ട് അത് സുഭാഷ് ഏട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് കല്യാണം കഴിച്ചിട്ടില്ലാത്തല്ല, വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ ഞാനേ ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ സുഭാഷ് ഏട്ടൻ. പിന്നെ ആണെങ്കിൽ ചാന്ദിനി അടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ എവിടെയൊക്കെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചാന്ദിനിക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നതുമില്ല. അപ്പോൾ ചാന്ദിനി വിചാരിക്കുന്ന ബിൽഡിംഗ് ഇഷ്ടപ്പെട്ടോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട് കേരളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചാന്ദിനി പറയുന്നുണ്ട് അച്ചാഹേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. നമ്മളെ കാണിക്കുന്നത് നമ്മൾ നികേഷ് ആണെങ്കിൽ പുതച്ചു മൂടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധിയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ നികേഷ് നല്ല പനിയാട്ടോ. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ വന്നിട്ട് ഭാസ്കരൻ വെളി പത്രം വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭാസ്കരൻ ഒരു അച്ഛൻ എനിക്കൊരു സഹായം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭാസ്കരൻ ചോദിക്കും എന്താ മോളെ അത് എനിക്ക് പനിയുടെ ഗുളിക മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട് മോളൊരു പേപ്പറിൽ എഴുതിത്താ ഞാൻ വാങ്ങിച്ചു തരാം, ആർക്കാ പനി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നികേഷിനാണെന്ന് പറയുന്നുണ്ട്. അപ്പം പനിക്ക് ഗുളിക കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഹെൽത്തിൽ കൊണ്ടുപോയി കാണിക്കണം മോളെ, ഇപ്പോഴത്തെ പനിയാണെങ്കിൽ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധി പറയുന്നുണ്ട് അച്ഛാ ചായപ്പൊടിയും കൂടെ മേടിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛാ പൈസ വേണ്ടേന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് മോളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മോളത് അക്കൗണ്ടിലോട്ട് ഇട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ മേടിക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ നമ്മൾ ഭാസ്കരൻ പറഞ്ഞിട്ടാണെങ്കിൽ ഭാസ്കരൻ അങ്ങ് സൈക്കിൾ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഭാസ്കരനാണെങ്കിൽ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിലൊരു ചോക്ലേറ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയെടുത്ത് പറയുന്നുണ്ട് ഞാൻ വാത്സല്യം കൊണ്ട് വാങ്ങിച്ചതൊന്നും അല്ല, ഇപ്പോൾ കടയിലാണെങ്കിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവർ മുട്ടായി തന്നേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് പനിയെന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ്, അത് നമുക്ക് പനിച്ച് തന്നെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ മരുന്ന് കഴിച്ചിട്ട് എത്രയോ കൊല്ലമായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്
അതിന് അച്ഛൻ പോകുമ്പോൾ ഇങ്ങനെ അല്ലല്ലേ പറഞ്ഞത്, മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഹെൽത്തിൽ കാണിക്കണമെന്നൊക്കെയല്ലേ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട് അതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചല്ലേ മോളെ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ പോകുന്നതൊക്കെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ശരീരമൊക്കെ നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട് ശരീരം സൂക്ഷിക്കുന്ന ഒരാളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് മോളെ എനിക്ക് കുറച്ച് വയറുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഫിറ്റാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ ഭാസ്കരൻ്റെ അടുത്താണെങ്കിൽ കുടിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നെ നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഇവൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഇത് കണക്ക് ആഴ്ചയിൽ 4 ദിവസം പനിയും വയ്യായ്കയൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ അമ്മയുടെ നാട്ടിൽ നിന്ന് ഒരു 6 ദിവസത്തെ യാത്രയുണ്ട് ലോറിയിൽ ഇങ്ങോട്ട് വരാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 4 ദിവസം അവൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ നിധിയാണെങ്കിൽ ഇങ്ങനെ നമ്മളെ നികേഷിൻ്റെ അമ്മയെക്കുറിച്ചാണെങ്കിൽ കുത്തിയൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഭാസ്കരനാണെങ്കിൽ ഒന്നും പറയുന്നതൊന്നുമില്ല കേട്ടോ. ഭാസ്കരനാണെങ്കിൽ അത് പറയാൻ താല്പര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മളെ നിധി എടുത്തത് പറയുന്നതൊന്നുമില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് കഥയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട് എന്നാൽ അവർക്ക് എന്താ സംഭവിച്ചതെന്നെങ്കിലും ഒന്ന് പറയാൻ പറയുന്നുണ്ടേ. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നിധി പറയാ ഒരിക്കലും അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറയും, പറയാതെ ഞാൻ അച്ഛനെ വിടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട് നോക്കാന്നൊക്കെ പറയും. അപ്പം നിധി പറയാൻ നോക്കാനൊന്നുമില്ല, ഒരു ദിവസം അച്ഛൻ തന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എല്ലാ കഥകളൊക്കെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധി അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഭാസ്കരൻ ചിന്തിക്കുന്നുണ്ട് ഇവളെന്താ എപ്പോഴും ഈ കാര്യം തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, ഇനി ഇവൾ വല്ല CBI നിന്നങ്ങനെ വന്നതാണോ എന്നൊക്കെ നമ്മളെ ഭാസ്കരൻ ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നികേഷ് ആണെങ്കിൽ മെഡിസിനൊക്കെ കഴിച്ചിട്ട് പനിയൊക്കെ കുറഞ്ഞൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ നികേഷ് നമ്മളെ നിധിയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട് ഇതാ വരുന്ന ഞാനിപ്പോൾ കാപ്പിയും കൊണ്ട് വരാമെന്നൊക്കെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ നീതു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നീതു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പം നിധി പറയുന്നുണ്ട് അറിയാമല്ലോ, അന്ന് നീതു ഇവിടെ വന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നീതു ആണെങ്കിൽ ഹരീഷിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, കുറച്ച് ദിവസം ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്, നല്ല സ്നേഹമായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ സുധീഷിനെ കാണാത്തതിൻ്റെ അന്നത്തെ ദിവസം രാത്രി നടന്ന സംഭവങ്ങളും അപ്പം ഹരീഷ് ഇതിനൊക്കെ ദേഷ്യപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് അത് താനാണോ വിളിച്ചത്, ഹരീഷ് ചേട്ടനാണെങ്കിൽ ദേഷിച്ച് ഫോണൊക്കെ എടുത്ത് എറിയുന്ന ഒക്കെ ഞാൻ കണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നീതുവിൻ്റെ അടുത്ത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നീതുവിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നീതു പറയുന്നുണ്ട് അപ്പം തെറ്റ് എൻ്റെ ഭാഗത്തായി, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നീതു പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ കാപ്പിയിലാണെങ്കിൽ കുറച്ച് കടുപ്പം കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നീതു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നികേഷ് പറയുന്നുണ്ട് ഈ സ്വഭാവത്തിനൊക്കെ നമ്മൾ ഹരീഷ് ചേട്ടൻ സെറ്റാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ നമ്മൾ നികേഷ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കാപ്പി കൊണ്ട് വെച്ചോ, അടുത്ത ആൾ വരുമ്പോൾ കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നീതു പറയുന്നുണ്ട് ഒന്ന് പോടാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നികേഷ് ആണെങ്കിൽ രാത്രി ഇങ്ങനെ പൊതിച്ച് മൂടിയൊക്കെ അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ പനിക്കൂർക്കായിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നികേഷിൻ്റെ അടുത്ത് അത് കുടിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് ആ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മളെ നിധി പറയുന്നുണ്ട് പനിക്കൂർക്ക പൊട്ടിച്ചുകൊണ്ട് തന്നത് അച്ഛനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നികേഷ് പറയുന്നുണ്ട് ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് കുടിക്കത്തില്ലായിരുന്നു എന്നൊക്കെ നമ്മളെ നികേഷ് പറയുന്നുണ്ട്. നമ്മൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞ കണക്ക് അച്ഛനെ അത്ര വില്ലനായിട്ടൊന്നും എനിക്ക് തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നേരെ തിരിച്ചാ തോന്നിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷ് പറയുന്നുണ്ട് ചേട്ടത്തിക്കാണെങ്കിൽ എല്ലാവരുടെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് ഇവിടെ വന്നപ്പം ഏട്ടത്തി കണ്ടതല്ലേ അച്ഛൻ്റെ സ്വഭാവവും കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട് ആ മനുഷ്യൻ കാരണമാണ് ഞങ്ങളെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ ആയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധി പറയുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അതും പഴിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പോവുകയാണോ എന്നൊക്കെ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ നിധിയുടെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. നിധി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ സുഭാഷും ഹരീഷും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെടാ പനിയൊക്കെ കുറഞ്ഞോ? കുറവുണ്ട് ഏട്ടാ, എനിക്കാണെങ്കിൽ ഇന്ന് ഫുള്ള് ഏട്ടത്തി എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. എനിക്ക് ഓരോന്നൊക്കെ ഏട്ടത്തി ഇട്ട് തരുമ്പോഴത്തേക്ക് എനിക്കൊരമ്മ നമ്മളെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്നൊക്കെ നമ്മൾ നികേഷ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.